എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനലിൻ്റെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ആത്മനമസ്കാരം. എൻ്റെ സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് മകരം രാശിയെ KP അസ്ട്രോളജി, അതായത് നക്ഷത്ര അസ്ട്രോളജി പ്രകാരം നമുക്കൊന്ന് മകരം രാശിയിലെ 3 നക്ഷത്രങ്ങളെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കാം. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടും. എന്തുകൊണ്ടെന്നാൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു രാശിയും, ഇപ്പോൾ ശനി ഭഗവാൻ വന്ന് 3-ാമത്തെ രാശി, മകരത്തിന് 3-ാമത്തെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഗുരു ഭഗവാൻ ഇത്രാമത്തെ രാശിയിൽ നിൽക്കുന്നു, രാഹു ഇത്രാമത്തെ രാശിയിൽ നിൽക്കുന്നു, കേതു ഇത്രാമത്തെ രാശിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് പൊതുവായി ഒരു മകരത്തിലുള്ള 3 നക്ഷത്രയും ഒത്തതിനെയും ഒരേ ഫലം പറയുമ്പം തീർച്ചയായിട്ടും അതിന് വ്യത്യാസമുണ്ട്. കാരണം നമ്മുടെ ഓരോ രാശിയിലും 3 നക്ഷത്രങ്ങളാണുള്ളത്. ആ 3, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ മകരം രാശിയിൽ ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ 3 നക്ഷത്രങ്ങളുണ്ട്. ഈ 3 നക്ഷത്രങ്ങൾക്കും 3 സ്വഭാവമായിരിക്കും ഉള്ളത്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അധിപൻ സൂര്യനായതുകൊണ്ട് തന്നെ കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് പവറും അതുപോലെ തന്നെ ഒരു സമൂഹത്തിനെ നയിക്കാനുള്ള ഒരു കഴിവും അവർക്ക് കൂടുതലായിരിക്കും. അവർക്ക് പക്ഷേ രാശ്യാധിപൻ വന്നിട്ട് ശനി ആയതുകൊണ്ട് തന്നെ പല തടസ്സങ്ങളും അതിനുണ്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ അടുത്തത് നമുക്കറിയാം തിരുവോണത്തിൻ്റെ അധിപനാരാ? ചന്ദ്രനാണ്. വളരെ ആർദ്രതയോട് സംസാരിക്കാനും വളരെ സ്നേഹത്തോട് സംസാരിക്കാനും കഴിവുള്ളവരാണ്. ചന്ദ്രൻ്റെ സ്വഭാവം എന്ന് പറയില്ല. അതുപോലെ മനസ്സ് ഒരു സമയത്ത് വളരെ കോൺഫിഡൻസിലായിരിക്കും, മറ്റൊരു സമയത്ത് വളരെ വീക്കായിരിക്കും മനസ്സ്. കാരണം ചന്ദ്രൻ അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത്? ശനിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെയും ഉണ്ട് ഒരു ശനി ചന്ദ്രയോഗം. അത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് സ്പിന്നീട് സംസാരിക്കാം. അടുത്തത് നമുക്ക് എന്താ അറിയാം? അവിട്ടത്തിൻ്റെ നക്ഷത്രത്തിൻ്റെ അധിപനാരാ? അറിയാം, ചൊവ്വ ഭഗവാനാണ് അല്ലേ. ചൊവ്വ എന്ന് പറയുന്ന ആരാ? എതെടുത്താലും ആയുധത്തിനെ എടുത്ത് കളിക്കുന്ന ആയുധം, അല്ലെങ്കിൽ ഒരു നായകൻ എന്നുള്ള രീതിയിലോ ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു പ്ലാനറ്റാണ് ചൊവ്വ അല്ലേ. അതും ശനിയും കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പറ്റുന്നത്? അത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയോളി. അതുപോലെ തന്നെ അപ്പം ഈ 3 നക്ഷത്രങ്ങളും ഒരേ അവസ്ഥയിലാണോ അവരനുഭവിക്കാൻ പോകുന്നത്? അല്ല. അതുകൊണ്ടാണ് ഈ നക്ഷത്ര അസ്ട്രോളജിക്ക്, KP അസ്ട്രോളജിക്ക് ഇത്ര പവർഫുള്ളാണെന്ന് പറയാൻ കാരണം. അത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഒരു രാശിയെ നമ്മുടെ സാധാരണഗതിയിൽ 9 ഡിവിഷനായിട്ട് 9 പാദങ്ങളായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ KP അസ്ട്രോളജിയിൽ എത്ര പറയും? ഒരു 20-22 പാദങ്ങളായിട്ട് ഓരോ രാശിയെയും തിരിക്കും. അതായത് സബ് ഡിവിഷനായിട്ട് തിരിക്കും. പിന്നെ അടുത്തത് സബ് ഡിവിഷനായിട്ട് വീണ്ടും തിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്ര ഡീപ്പായിട്ട്. ഇവിടെ നമുക്ക് ഈ ഒരേ സമയത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 2 ക്യാരക്ടർ വരുന്നതിനും അതിനൊക്കെ കാരണം ഈ സബ്ലോട്ട്സ് ആണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ഇതാണ് നക്ഷത്ര അസ്ട്രോളജി അല്ലെങ്കിൽ KP അസ്ട്രോളജിയുടെ ഒരു രഹസ്യം. പക്ഷേ എന്തുകൊണ്ടെന്നാൽ ഇത് വന്നിട്ട് വളരെ കാൽക്കുലേഷൻസ് നിറയെ ഉള്ളത് കൊണ്ടും ഇത് വളരെ ഡീപ്പായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടും വളരെ ടൈം എടുക്കുന്നത് കൊണ്ടും ഇത് വന്നിട്ട് അധികം ആരും ഉപയോഗിക്കില്ല. അതാണ് സത്യം. എന്നാൽ ഇപ്പോഴത്തെ ഈ കമ്പ്യൂട്ടറിൻ്റെ കാലത്ത് നമുക്ക് കാൽക്കുലേഷൻസൊക്കെ കറക്റ്റായിട്ട് ആക്യുറേറ്റായിട്ട് ഡിഗ്രി വൈസ് എടുക്കാൻ KP അസ്ട്രോളജിയിൽ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫലം വന്നിട്ട് ആക്യുറേറ്റ് ആയിരിക്കുകയും ചെയ്യും. ഞാനിവിടെ KP അസ്ട്രോളജി മാത്രമല്ല DNA അസ്ട്രോളജി ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ട് DNA അസ്ട്രോളജി ഉപയോഗിക്കുന്നു? ഫലം, അതായത് കാര്യങ്ങൾ നടക്കണമെങ്കിൽ, പ്രതിവിധി നടക്കണമെന്നുണ്ടെങ്കിൽ DNA അസ്ട്രോളജി വേണം സുഹൃത്തുക്കളെ. കാരണം നമ്മൾക്ക് എന്ത് ദോഷമാണ് നമ്മുടെ ജാതകത്തിൽ, ഇപ്പോൾ ഉത്രാട നക്ഷത്രം എന്ന് വെച്ചോളുക. ഉത്രാട നക്ഷത്രത്തിൻ്റെ DNA എന്ന് പറയുന്നത് ഗുരുഭഗവാനാണ്, അല്ലെങ്കിൽ തിരുവോണ നക്ഷത്രത്തിൻ്റെ ശുക്രനാണ്, അവിട്ടം നക്ഷത്രത്തിൻ്റെ ശനിയുമാണ്. അപ്പം 3 നക്ഷത്രങ്ങൾക്കും 3 തരത്തിലുള്ള സ്റ്റോറേജാണ്. 3 ഗ്രഹങ്ങളിലാണ് അവരുടെ ദോഷങ്ങൾ, അവരുടെ കഴിഞ്ഞ ജന്മങ്ങളിലുള്ള പിന്നെ റിലേറ്റീവ്ലി ഉണ്ടാകുന്ന ദോഷങ്ങൾ ഡെപ്പോസിറ്റ് ആയിരിക്കുന്നതെന്ന് പറയാം. ഈ 3 ഗ്രഹങ്ങളിലാണ്. അപ്പം നമ്മൾ ഉത്രാട നക്ഷത്രക്കാരനെ പോയിട്ട് ശനി പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ അത് എളുപ്പമൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ നടക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ആക്ച്വലായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ദോഷാവസ്ഥകൾ ഗുരുവിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് നോക്കി വേണം നമ്മൾ
ഓരോ നക്ഷത്രത്തിൻ്റെയും ദോഷപരിഹാരങ്ങൾ കണ്ടുപിടിക്കുന്നതിന്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഭാഗം 1 ഗുരു ശനി ഗുരുവും ശനിയും 2026 ഉത്രാട നക്ഷത്രത്തിനെയും തിരുവോണം നക്ഷത്രത്തിനെയും അവിട്ടം നക്ഷത്രത്തിനെയും എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അവരുടെ അവസ്ഥകൾ എന്താണ്, നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമുക്ക് പറയാം. രാഹുകേതുക്കളുടെ അടുത്ത ഭാഗം 2 നമുക്ക് സംസാരിക്കാം, കാരണം വീഡിയോ വളരെ വലുതായി പോകുന്നത് കൊണ്ട് തന്നെ. ഓക്കെ, നമുക്ക് ഉത്രാട നക്ഷത്രത്തിൽ ഈ പ്രാവശ്യം നമുക്ക് ഗുരു ഭഗവാൻ ഇരിക്കുന്ന പുണർദത്തിലാണ്. പുണർദത്തിൻ്റെ അധിപനും എന്താണ്? ഗുരു തന്നെയാണ്. അപ്പം അവിടെ ഗുരുവാണ് അല്ലേ. പക്ഷേ 14ാമത്തെ നക്ഷത്രമാണ് പുണർദം. ഉത്രാടത്തിൻ്റെ 14ാമത്തെ നക്ഷത്രം, അതായത് 5ാമത്തെ നക്ഷത്രം. അപ്പോൾ നക്ഷത്ര അസ്ട്രോളജി പ്രകാരം പ്രത്യുതധാരയിലാണ് ഈ പിന്നെ ഗുരുഭഗവാൻ ഇരിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ എന്തായിരിക്കും സ്വഭാവം? പ്രത്യുതധാര എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത അലച്ചിലുകൾ ഉണ്ടാക്കും. അപ്പോൾ ഗുരുഭഗവാന്റെ കാരകത്വങ്ങൾ ഉത്രാട നക്ഷത്രത്തിന് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് കുറച്ച് സമയമെടുക്കും. കുറച്ച് വലിച്ച് പൊറോട്ട വലിക്കുന്ന പോലെ വലിച്ചൊക്കെ കിട്ടുകയുള്ളൂ എന്ന് അർത്ഥം. അത് എത്ര സ്ട്രോങ് ആയാലും അതേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം ഞാൻ ഈ പറയുന്നത് ഗോചര വിധത്തിൽ, ഗ്രഹങ്ങളുടെ ഗോചരാവസ്ഥയെ വെച്ചാണ് സംസാരിക്കുന്നത്. അത് വന്നിട്ട് തീർച്ചയായിട്ടും നമുക്ക് 10% നമ്മുടെ ജാതകത്തിൽ ഗോചരാവസ്ഥ എഫക്റ്റ് ആവുകയുള്ളൂ. പക്ഷേ അതാണ് നമുക്ക് ഫലം നിർണ്ണയിക്കുന്നതെന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ നീറ്റ് പരീക്ഷയിലൊക്കെ 1 മാർക്കിന് 2 മാർക്കിന് വ്യത്യാസം എന്നുള്ള പോലെ ഈ ഗോചരാവസ്ഥയ്ക്ക് അതിൻ്റേതായിട്ടുള്ള എഫക്റ്റുകളുണ്ട്. ഗോചരം നമുക്ക് തീർച്ചയായിട്ടും എടുക്കേണ്ട കാര്യമാണ്. അപ്പം നമുക്ക് ഗുരുവിൻ്റെ കാര്യത്തിൽ ഉത്തരാടത്തിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കുറച്ച് കാര്യങ്ങൾ നഷ്ടപ്പെടില്ല, തരും, പക്ഷേ പെട്ടെന്ന് തരില്ല. അടുത്തത് ശനി ഭഗവാനെ സംബന്ധിച്ചോളം ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രത്തിലിരിക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം? അദ്ദേഹം നിൽക്കുന്നത് 6ാമത്തെ നക്ഷത്രത്തിലാണ്. അത് ദൈവാനുകൂല നക്ഷത്രത്തിലാണ്. ദൈവാനുകൂല നക്ഷത്രമാണ് 6ാമത്തെ നക്ഷത്രം. അപ്പം ഉത്രാടത്തിന് ശനി ഭഗവാൻ ഉത്രട്ടാതിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ദോഷാവസ്ഥകളെ ഈസി ആയിട്ട് നമുക്ക് പരിഹാരം എടുക്കാൻ പറ്റിയ സമയം. കാരണം ദൈവാനുകൂല നക്ഷത്രത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തിന് പരിഹാരം നമുക്കിപ്പോൾ ജീവിതത്തിൽ പല കാർമിക് ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. ചിലത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ട്. ചിലത് അറിയാമല്ലോ, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കാശി ജാതകം അങ്ങനെ പല ദോഷാവസ്ഥകളും ഉണ്ട്. ശനിയെ കൊണ്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അത് റിമൂവ് ചെയ്യാൻ എപ്പോഴാണ് നല്ല സമയം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 6ാമത്തെ നക്ഷത്രത്തിൽ, അതായത് ദൈവാനുകൂല നക്ഷത്രത്തിൽ നിൽക്കുന്ന സമയത്ത് ഈസി ആയിട്ട് അതിനെ നമുക്ക് റിമൂവ് ചെയ്യാം. അതായത് പെട്ടെന്ന് കേൾക്കും, അതാണ് സത്യം. പ്രതികൂല നക്ഷത്രത്തിൽ ആ ഗ്രഹം ഇരിക്കുന്ന സമയത്ത് പോയി പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും എഫക്റ്റ് ആകില്ല. അപ്പം നമുക്ക് പരിഹാരത്തിന് ഉപയോഗിക്കാൻ പറ്റിയ സമയമാണ് ഈ സമയം. ഉത്രാടത്തിന് ശനിയുടെ കാരകത്വങ്ങൾ എന്തെങ്കിലും തരത്തിൽ, ശനിയുടെ കാരകത്തിൽ എപ്പോഴും എന്താണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഗുരുവിൻ്റെ കാരകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം, ദൈവവിശ്വാസം, ഭാഗ്യം എന്നിവയൊക്കെ കുറിച്ചിരിക്കും. ശനി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തിനെയാണ് കൂടുതൽ ബാധിക്കുന്നത്. പ്രത്യേകിച്ച് ഞരമ്പുകളെക്കാട്ടിലുപരി അസ്ഥികളെയാണ് കൂടുതൽ ബാധിക്കുന്നത്. അതുപോലെ കാര്യങ്ങളെ തടഞ്ഞു നിർത്തുക, പെതുക്കെ പോവുക, ഇതൊക്കെ ശനിയുടെ കാരകത്വങ്ങളാണ്. അപ്പോൾ ഈ കാരകത്വങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് ഇരുന്നാൽ കൂടെ ഈ ഒരു പരിഹാരം ചെയ്താൽ, ഈ സമയത്തൊരു ശനി പരിഹാരം ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഗുരുവാണ് എൻ്റെ DNA എന്ന് അറിഞ്ഞുകൊണ്ട്, അപ്പോൾ ഗുരു ശനി കോമ്പിനേഷൻ, ഗുരുവായൂരപ്പൻ, അതുപോലെ ഗുരു കോമ്പിനേഷൻ ഏതെങ്കിലും വിഷ്ണു ഭഗവാൻ, ഇതൊക്കെ അതായത് നമ്മൾ പറയുന്ന പോലെ പിന്നെ അനന്തപത്മനാഭൻ, ഇവരൊക്കെ അതായത് പിന്നെ ഗുരുവിൻ്റെ ദോഷപരിഹാരം എടുക്കാൻ അങ്ങനെ എടുക്കാം, വിഷ്ണുവിൻ്റെ എടുക്കാം. ശനിയുടെ പരിഹാരം എടുക്കുമ്പോൾ ഗുരുവായൂരപ്പൻ, കാരണം ഗുരുവും ശനിയും കൂടെ ചേർന്ന് കോമ്പിനേഷൻ. ഗുരുവാണ് ഇവിടെ ഉത്രാടത്തിൻ്റെ DNA. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അടുത്തത് നമുക്ക് തിരുവോണം നക്ഷത്രം. വളരെ വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു നക്ഷത്രമാണ് തിരുവോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ അവസ്ഥയാണ്. ഒരു സമയത്ത് വളരെ പോസിറ്റീവായിരിക്കും, ഒരു സമയത്ത് ഭയങ്കര നെഗറ്റീവായിരിക്കും, ഒരു സമയത്ത് ആരെയും വിശ്വസിക്കത്തില്ല, ഒരു സമയത്ത് എല്ലാവരെയും വിശ്വസിക്കും. ഇതാണ് സത്യം. ചന്ദ്രൻ്റേതായിട്ടുള്ള ഒരു വല്ലാത്ത മനസ്സാണ് അവരുടെ. അപ്പോൾ ആ അവസ്ഥ അവർക്ക് കൂടുതലും വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ DNA വന്നിട്ട് ശുക്രനിലാണ് ഇരിക്കുന്നത്. ശുക്രൻ എന്ന് പറയുന്നത് ഭാര്യ, അല്ലെങ്കിൽ നമ്മുടെ ശുക്രൻ പൊതുവെ നമുക്ക് ഭാര്യ അല്ലെങ്കിൽ പിന്നെ ഒരു
12 വയസ്സ് മുതൽ ഒരു 50 വയസ്സ് വരെയുള്ള ലേഡീസ് എല്ലാം ശുക്രനാണ്. ആ ശുക്രൻ്റെ കാലഘട്ടങ്ങളാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കും തിരുവോണം നക്ഷത്രക്കാർ. ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാം അന്നത്തെ കാര്യം അക്കാര്യം നടക്കത്തില്ല. അത് എന്തുകൊണ്ട് മനസ്സിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത് വഴക്കുണ്ടാകുന്നത്. പക്ഷേ അത് നമ്മൾ പോയി ആക്രമിക്കുന്ന കാര്യമാണ് നമ്മുടെ DNA സ്റ്റോർ ചെയ്തിരിക്കുന്ന ശുക്രനെയാണ് ഇതെന്ന്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന്. ഇതാണ് പുണർന്ന നക്ഷത്രക്കാർക്ക് പിന്നെ തിരുവോണം നക്ഷത്രക്കാർക്ക് സാധാരണ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എപ്പോഴും വന്നിട്ട് അവരുമായിട്ട് നല്ല രീതിയിൽ പോകാൻ ശ്രമിക്കുക. നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതുപോലെ സ്ത്രീകളാണെങ്കിൽ ചിലർക്ക് ശുക്രൻ്റെ ഓവറായിട്ടുള്ള ഇതുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കോസ്മെറ്റിക്സ് ഉപയോഗിക്കും. അല്ലാതെ ശുക്രൻ ദോഷകരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോസ്മെറ്റിക്സ് ഉപയോഗിക്കില്ല. ഇങ്ങനെ രണ്ടവസ്ഥയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിഞ്ഞ് ബാലൻസ് ചെയ്ത് പോവുക. അടുത്തത് നമുക്കിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് അപ്പം ശുക്രനും ഗുരുവും കൂടെ വരുന്നൊരു കോമ്പിനേഷൻ ഏതാ? തിരുപ്പതി വെങ്കടാചലപതി, അതായത് മഹാലക്ഷ്മിയും ഹൃദയത്തിൽ കൊണ്ട് നടക്കല്ലേ പിന്നെ ഗുരു. അപ്പോൾ ഗുരുവും ശുക്രനും കൂടെ വന്നുമ്പോൾ അതങ്ങനെ എടുക്കരുതോ? അതെടുത്ത് ഏറ്റവും നല്ല നിങ്ങൾക്ക് പരിഹാരം എടുക്കാൻ പറ്റിയ ഇതല്ലേ. അതുപോലെ ശുക്രനും ശനിയും കൂടെ വന്നാൽ ഭഗവതി ദേവി ആ രൂപത്തിൽ നിങ്ങൾ പരിഹാരങ്ങൾ എടുക്കുക. പിന്നെ അവിട്ട നക്ഷത്രത്തിനെ പറ്റി പറഞ്ഞാൽ അവിട്ടത്തിൻ്റെ അധിപൻ ചൊവ്വയായതുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യം ഉണ്ടാകും. അതുപോലെ തന്നെ അതും ശനിയുടെയും കൂടെ മകരരാശിയിലും കൂടെ നിൽക്കുന്നതുകൊണ്ട് ഒരു വല്ലാത്ത അവസ്ഥയായിരിക്കും അവർക്ക് എപ്പോഴും അനുഭവപ്പെടുന്നത്. തടസ്സങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, ഒന്നിനും ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ അവർക്ക് ഉണ്ടാകും. പക്ഷേ ഗുരുഭഗവാൻ ഇപ്രാവശ്യം 3-ാം ഭാവത്തിലായിരിക്കുന്നതുകൊണ്ട് ക്ഷേമധാരയിലായതുകൊണ്ട് ഗുരു നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ശനി ഭഗവാൻ നിൽക്കുന്നത് വന്നിട്ട് നാലാമത്തേതെന്ന് പറയുമ്പോൾ വീണ്ടും പ്രത്യുതധാരയുടെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പം അവിട്ട നക്ഷത്രത്തിന് ഗുരുവും ശനിയും ചെന്ന് ഞാൻ പറഞ്ഞ പോലെ ഗുരുവായൂരപ്പനെ തന്നെ പോയി തൊഴുക. ചൊവ്വാഴ്ച പോയി തൊഴാൻ നോക്കുക. കാരണം നിങ്ങളുടെ അധിപൻ വന്നിട്ട് അവിട്ടത്തിൻ്റെ അധിപൻ വന്നിട്ട് ചൊവ്വയായതുകൊണ്ട് ചൊവ്വാഴ്ച പോയി പരിഹാരം ചെയ്യുക. അതുപോലെ ശനിയുടെ ഈസിയാണ്. ശനിക്ക് പരിഹാരം എടുക്കണമെങ്കിൽ ശനി തന്നെയാണ് എൻ്റെ. അപ്പോൾ ശനി ആയതുകൊണ്ട് തന്നെ നിങ്ങളൊരു ചൊവ്വാഴ്ച ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ പോയിട്ട് നിരാഞ്ജനം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ പരിഹാരം. ഇതെല്ലാം പൊതുപരിഹാരങ്ങളാണ് സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഡീപ്പായിട്ടുള്ളൊരു പരിഹാരം നിങ്ങളുടെ ജാതകത്തിനനുസരിച്ച് വേണം, അതിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ട്, പരിഹാരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. അതിൽ കൂടെ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് നമുക്കതിന് വേണ്ടിയ കാര്യങ്ങൾ എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനിയും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ഷെയർ ചെയ്യാനും അതിനെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റും ഓരോ ലൈക്കും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അടുത്ത ഭാഗം 2 ഞാൻ മകരരാശിക്കാർ, അതായത് പ്രത്യേകിച്ച് ഈ 3 ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രങ്ങൾക്ക് രാഹു കേതുക്കൾ 2026 എങ്ങനെയാണ് ഇത് എഫക്റ്റ് ആകുന്നത് നക്ഷത്ര രീതിയിലുള്ള ഡീറ്റെയിൽസ് തരാൻ ശ്രമിക്കാം, പരിഹാരവും തരാൻ ശ്രമിക്കാം. വേറെ ഒരു കാര്യം, നിങ്ങൾക്ക് കർമ്മപരിഹാരം ഞാൻ പറഞ്ഞു തമ്മിൽ. ഗുരുവിന് കർമ്മപരിഹാരം എന്താണെന്ന് വെച്ചാൽ നെയ്യ് ജീവികൾക്ക് നെയ്യ് ഏതെങ്കിലും രൂപത്തിൽ കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് എറുമ്പിനായാലും ശരി എതിനായാലും ശരി. അതുപോലെ തന്നെ ശനിക്ക് കർമ്മപരിഹാരം എന്ന് പറയുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഈ ശനിയാഴ്ച ഈ ചെരുപ്പിടാതെ അമ്പലത്തിൽ ദിവസം ഒന്ന് പോയി നോക്കുക. കുറച്ച് നേരം ഒരു 8 നടക്കുക. അതുപോലെ നല്ലെണ്ണ ചേർന്ന ഭക്ഷണം ജീവികൾക്ക് ആഹാരമായിട്ട് കൊടുക്കുക. ഇതൊക്കെ വളരെ നല്ലതാണ് ശനിക്ക്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ശുക്രനാണെങ്കിൽ പഞ്ചസാര ചേർത്ത ഭക്ഷണം മൃഗങ്ങൾക്കോ ജീവികൾക്കോ അല്ലെങ്കിൽ മനുഷ്യർക്കോ ആർക്കെങ്കിലുമൊക്കെ ദാനം ചെയ്യാം. അതുപോലെ സ്ത്രീകളുമായിട്ട് നല്ല രീതിയിൽ അവരെ വേണ്ടിയ രീതിയിൽ ബഹുമാനിച്ച് അവർക്ക് കൊടുക്കേണ്ട മര്യാദ കൊടുത്തു പോയാൽ തന്നെ ശുക്രൻ ജീവിതത്തിൽ നെഗറ്റീവായാലും അത് പോസിറ്റീവാകാൻ നമ്മളെ സഹായിക്കും. നമസ്കാരം സുഹൃത്തുക്കളെ. എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനലിൻ്റെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ആത്മനമസ്കാരം. എൻ്റെ സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് മകരം രാശിയെ
KP അസ്ട്രോളജി, അതായത് നക്ഷത്ര അസ്ട്രോളജി പ്രകാരം നമുക്കൊന്ന് മകരൻ രാശിയിലെ 3 നക്ഷത്രങ്ങളെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കാം. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടും. എന്തുകൊണ്ടെന്നാൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു രാശിയും ഇപ്പോൾ ശനി ഭഗവാൻ വന്ന് 3-ാമത്തെ രാശി മകരത്തിന് 3-ാമത്തെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഗുരു ഭഗവാൻ ഇത്രാമത്തെ രാശിയിൽ നിൽക്കുന്നു, രാഹു ഇത്രാമത്തെ രാശിയിൽ നിൽക്കുന്നു, കേതു ഇത്രാമത്തെ രാശിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് പൊതുവായി ഒരു മകരത്തിലുള്ള 3 നക്ഷത്രയും ഒത്തതിനെയും ഒരേ ഫലം പറയുമ്പം തീർച്ചയായിട്ടും അതിന് വ്യത്യാസമുണ്ട്. കാരണം നമ്മുടെ ഓരോ രാശിയിലും 3 നക്ഷത്രങ്ങളാണുള്ളത്. ആ 3, ഉദാഹരണമായിട്ട് നമ്മൾ മകരം രാശിയിലെ ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ 3 നക്ഷത്രങ്ങളുണ്ട്. ഈ 3 നക്ഷത്രങ്ങൾക്ക് 3 സ്വഭാവമായിരിക്കും ഉള്ളത്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അധിപൻ സൂര്യനായതുകൊണ്ട് തന്നെ കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് പവറും അതുപോലെ തന്നെ ഒരു സമൂഹത്തിനെ നയിക്കാനുള്ള ഒരു കഴിവും അവർക്ക് കൂടുതലായിരിക്കും. അവർക്ക് പക്ഷേ രാശ്യാധിപൻ വന്നിട്ട് ശനി ആയതുകൊണ്ട് തന്നെ പല തടസ്സങ്ങളും അതിനുണ്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ അടുത്തത് നമുക്കറിയാം തിരുവോണത്തിൻ്റെ അധിപനാരാ? ചന്ദ്രനാണ്. വളരെ ആർദ്രതയോട് സംസാരിക്കാനും വളരെ സ്നേഹത്തോട് സംസാരിക്കാനും കഴിവുള്ളവരാണ്. ചന്ദ്രൻ്റെ സ്വഭാവം എന്ന് പറയില്ലേ, അതുപോലെ മനസ്സ് ഒരു സമയത്ത് വളരെ കോൺഫിഡൻസിലായിരിക്കും, മറ്റൊരു സമയത്ത് വളരെ വീക്കായിരിക്കും മനസ്സ്. കാരണം ചന്ദ്രൻ അത് അദ്ദേഹം എവിടെ നിൽക്കുന്നത്? ശനിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെയും ഉണ്ട് ഒരു ശനി ചന്ദ്രയോഗം. അത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. അടുത്തത് നമുക്ക് എന്താ അറിയാം? അവിട്ടത്തിൻ്റെ നക്ഷത്രത്തിൻ്റെ അധിപനാരാ? അറിയാം, ചൊവ്വ ഭഗവാനാണ് അല്ലേ. ചൊവ്വ എന്ന് പറയുന്ന ആരാ? എതെടുത്താലും ആയുധത്തിനെ എടുത്ത് കളിക്കുന്ന, ആയുധം അല്ലെങ്കിൽ ഒരു നായകൻ എന്നുള്ള രീതിയിലോ ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു പ്ലാനറ്റാണ് ചൊവ്വ അല്ലേ. അതും ശനിയും കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പറ്റുന്നത്? അത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയോളി. അതുപോലെ തന്നെ അപ്പം ഈ 3 നക്ഷത്രങ്ങളും ഒരേ അവസ്ഥയിലാണോ അവരനുഭവിക്കാൻ പോകുന്നത്? അല്ല. അതുകൊണ്ടാണ് ഈ നക്ഷത്ര അസ്ട്രോളജിക്ക്, KP അസ്ട്രോളജിക്ക് ഇത്ര പവർഫുൾ ആണെന്ന് പറയാൻ കാരണം. അത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഒരു രാശിയെ നമ്മുടെ സാധാരണഗതിയിൽ 9 ഡിവിഷനായിട്ട് 9 പാദങ്ങളായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ KP അസ്ട്രോളജി എത്ര പറയും? ഒരു 20-22 പാദങ്ങളായിട്ട് ഓരോ രാശിയെയും തിരിക്കും. അതായത് സബ് ഡിവിഷനായിട്ട് തിരിക്കും. പിന്നെ അടുത്തത് സബ് ഡിവിഷനായിട്ട് വീണ്ടും തിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്ര ഡീപ്പായിട്ട്. ഇവിടെ നമുക്ക് ഈ ഒരേ സമയത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 2 ക്യാരക്ടർ വരുന്നതിനും അതൊക്കെ കാരണം ഈ സബ്ലോട്ട്സ് ആണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ഇതാണ് നക്ഷത്ര അസ്ട്രോളജി അല്ലെങ്കിൽ KP അസ്ട്രോളജിയുടെ ഒരു രഹസ്യം. പക്ഷേ എന്തുകൊണ്ടെന്നാൽ ഇത് വന്നിട്ട് വളരെ കാൽക്കുലേഷൻസ് നിറയെ ഉള്ളത് കൊണ്ടും ഇത് വളരെ ഡീപ്പായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടും വളരെ ടൈം എടുക്കുന്നത് കൊണ്ടും ഇത് വന്നിട്ട് അധികം ആരും ഉപയോഗിക്കില്ല. അതാണ് സത്യം. എന്നാൽ ഇപ്പോഴത്തെ ഈ കമ്പ്യൂട്ടറിൻ്റെ കാലത്ത് നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ആക്യുറേറ്റായിട്ട് ഡിഗ്രി വൈസ് എടുക്കാൻ ഈ KP അസ്ട്രോളജിയിൽ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫലം വന്നിട്ട് ആക്യുറേറ്റ് ആയിരിക്കുകയും ചെയ്യും. ഞാനിവിടെ KP അസ്ട്രോളജി മാത്രമല്ല DNA അസ്ട്രോളജി ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ട് DNA അസ്ട്രോളജി ഉപയോഗിക്കുന്നു? ഫലം, അതായത് കാര്യങ്ങൾ നടക്കണമെങ്കിൽ, പ്രതിവിധി നടക്കണമെന്നുണ്ടെങ്കിൽ DNA അസ്ട്രോളജി വേണം സുഹൃത്തുക്കളെ. കാരണം നമ്മൾക്ക് എന്ത് ദോഷമാണ് നമ്മുടെ ജാതകത്തിൽ, ഇപ്പോൾ ഉത്രാട നക്ഷത്രം എന്ന് വെച്ചോളുക. ഉത്രാട നക്ഷത്രത്തിൻ്റെ DNA എന്ന് പറയുന്നത് ഗുരുഭഗവാനാണ്, അല്ലെങ്കിൽ തിരുവോണ നക്ഷത്രത്തിൻ്റെ ശുക്രനാണ്, അവിട്ടം നക്ഷത്രത്തിൻ്റെ ശനിയുമാണ്. അപ്പം 3 നക്ഷത്രങ്ങൾക്ക് 3 തരത്തിലുള്ള സ്റ്റോറേജാണ്. 3 ഗ്രഹങ്ങളിലാണ് അവരുടെ ദോഷങ്ങൾ, അവരുടെ കഴിഞ്ഞ ജന്മങ്ങളിലുള്ള പിന്നെ റിലേറ്റീവ്ലി ഉണ്ടാകുന്ന ദോഷങ്ങൾ ഡെപ്പോസിറ്റ് ആയിരിക്കുന്നതെന്ന് പറയാം. ഈ 3 ഗ്രഹങ്ങളിലാണ്. അപ്പം നമ്മൾ ഉത്രാട നക്ഷത്രക്കാരനെ പോയിട്ട് ശനി പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ അത് എളുപ്പമൊന്നും ആയിരിക്കില്ല കാര്യം നടക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ആക്ച്വലായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ദോഷാവസ്ഥകൾ ഗുരുവിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് നോക്കി വേണം നമ്മൾ ഓരോ നക്ഷത്രത്തിൻ്റെയും ദോഷപരിഹാരങ്ങൾ കണ്ടുപിടിക്കുന്നതിന്. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഭാഗം 1 ഗുരുവും ശനിയും
2026 ഉത്രാട നക്ഷത്രത്തിനെയും തിരുവോണം നക്ഷത്രത്തിനെയും അവിട്ടം നക്ഷത്രത്തിനെയും എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അവരുടെ അവസ്ഥകൾ എന്താണ്, മനസ്സിലാവും നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമുക്ക് പറയാം. രാഹുകേതുക്കളുടെ അടുത്ത ഭാഗം 2 നമുക്ക് സംസാരിക്കാം, കാരണം വീഡിയോ വളരെ വലുതായി പോകുന്നത് കൊണ്ട് തന്നെ. ഓക്കെ, നമുക്ക് ഉത്രാട നക്ഷത്രത്തിൽ ഈ പ്രാവശ്യം നമുക്ക് ഗുരു ഭഗവാൻ ഇരിക്കുന്നത് പുണർദത്തിലാണ്. പുണർദത്തിൻ്റെ അധിപനും എന്താണ്? ഗുരു തന്നെയാണ്. അപ്പം അവിടെ ഗുരുവാണ് അല്ലേ. പക്ഷേ 14ാമത്തെ നക്ഷത്രമാണ് പുണർദം. ഉത്രാടത്തിൻ്റെ 14ാമത്തെ നക്ഷത്രം, അതായത് 5ാമത്തെ നക്ഷത്രം. അപ്പോൾ നക്ഷത്ര അസ്ട്രോളജി പ്രകാരം പ്രത്യുതധാരയിലാണ് ഈ പിന്നെ ഗുരുഭഗവാൻ ഇരിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ എന്തായിരിക്കും സ്വഭാവം? പ്രത്യുതധാര എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത അലച്ചിലുകൾ ഉണ്ടാക്കും. അപ്പം ഗുരുഭഗവാന്റെ കാരകത്വങ്ങൾ ഉത്രാട നക്ഷത്രത്തിൽ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് കുറച്ച് സമയമെടുക്കും. കുറച്ച് വലിച്ച് പൊറോട്ട വലിക്കുന്ന പോലെ വലിച്ചൊക്കെ കിട്ടുകയുള്ളൂ എന്ന് അർത്ഥം. അത് എത്ര സ്ട്രോങ് ആയാലും അതേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം ഞാൻ ഈ പറയുന്നത് ഗോചര വിധത്തിൽ, ഗ്രഹങ്ങളുടെ ഗോചരാവസ്ഥയെ വെച്ചാണ് സംസാരിക്കുന്നത്. അത് വന്നിട്ട് തീർച്ചയായിട്ടും നമുക്ക് 10% നമ്മുടെ ജാതകത്തിൽ ഗോചരാവസ്ഥ എഫക്റ്റ് ആവുകയുള്ളൂ. പക്ഷേ അതാണ് നമുക്ക് ഫലം നിർണ്ണയിക്കുന്നതെന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ നീറ്റ് പരീക്ഷയിലൊക്കെ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും വ്യത്യാസം എന്നുള്ള പോലെ ഈ ഗോചരാവസ്ഥയ്ക്ക് അതിൻ്റേതായിട്ടുള്ള എഫക്റ്റുകളുണ്ട്. ഗോചരം നമുക്ക് തീർച്ചയായിട്ടും എടുക്കേണ്ട കാര്യമാണ്. അപ്പം നമുക്ക് ഗുരുവിൻ്റെ കാര്യത്തിൽ ഉത്തരാടത്തിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കുറച്ച് കാര്യങ്ങൾ നഷ്ടപ്പെടില്ല, തരും, പക്ഷേ പെട്ടെന്ന് തരില്ല. അടുത്തത് ശനി ഭഗവാനെ സംബന്ധിച്ചോളം ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രത്തിലിരിക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം? അദ്ദേഹം നിൽക്കുന്നത് 6ാമത്തെ നക്ഷത്രത്തിലാണ്. അത് ദൈവാനുകൂല നക്ഷത്രത്തിലാണ്. ദൈവാനുകൂല നക്ഷത്രമാണ് 6ാമത്തെ നക്ഷത്രം. അപ്പം ഉത്രാടത്തിന് ശനി ഭഗവാൻ ഉത്രട്ടാതിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ദോഷാവസ്ഥകളെ ഈസി ആയിട്ട് നമുക്ക് പരിഹാരം എടുക്കാൻ പറ്റിയ സമയം. കാരണം ദൈവാനുകൂല നക്ഷത്രത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തിന് പരിഹാരം നമുക്കിപ്പോൾ ജീവിതത്തിൽ പല കാർമിക് ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. ചിലത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ട്. ചിലത് അറിയാമല്ലോ, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കാശി ജാതകം അങ്ങനെ പല ദോഷാവസ്ഥകളും ഉണ്ട്. ശനിയെ കൊണ്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അത് റിമൂവ് ചെയ്യാൻ എപ്പോഴാണ് നല്ല സമയം നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 6ാമത്തെ നക്ഷത്രത്തിൽ, അതായത് ദൈവാനുകൂല നക്ഷത്രത്തിൽ നിൽക്കുന്ന സമയത്ത് ഈസി ആയിട്ട് അതിനെ നമുക്ക് റിമൂവ് ചെയ്യാം. അതായത് പെട്ടെന്ന് കേൾക്കും, അതാണ് സത്യം. പ്രതികൂല നക്ഷത്രത്തിൽ ആ ഗ്രഹം ഇരിക്കുന്ന സമയത്ത് പോയി പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും എഫക്റ്റ് ആകില്ല. അപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സമയമാണ് ഈ സമയം. ഉത്രാടത്തിന് ശനിയുടെ കാരകത്വങ്ങൾ എന്തെങ്കിലും തരത്തിൽ, ശനിയുടെ കാരകത്തിൽ എപ്പോഴും എന്താണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഗുരുവിൻ്റെ കാരകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം, ദൈവവിശ്വാസം, ഭാഗ്യം എന്നതിനെയൊക്കെ കുറിച്ചിരിക്കും. ശനി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തിനെയാണ് കൂടുതൽ ബാധിക്കുന്നത്. പ്രത്യേകിച്ച് ഞരമ്പുകളെക്കാട്ടിലുപരി അസ്ഥികളെയാണ് കൂടുതൽ ബാധിക്കുന്നത്. അതുപോലെ കാര്യങ്ങളെ തടഞ്ഞു നിർത്തുക, പെതുക്കെ പോവുക, അതൊക്കെ ശനിയുടെ കാരകത്വങ്ങളാണ്. അപ്പോൾ ഈ കാരകത്വങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് ഇരുന്നാൽ കൂടെ ഈ ഒരു പരിഹാരം ചെയ്താൽ, ഈ സമയത്തൊരു ശനി പരിഹാരം ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഗുരുവാണ് എൻ്റെ DNA എന്ന് അറിഞ്ഞുകൊണ്ട്, അപ്പോൾ ഗുരു ശനി കോമ്പിനേഷൻ, ഗുരുവായൂരപ്പൻ, അതുപോലെ ഗുരു കോമ്പിനേഷൻ ഏതെങ്കിലും വിഷ്ണു ഭഗവാൻ, ഇതൊക്കെ അതായത് നമ്മൾ പറയുന്ന പോലെ പിന്നെ അനന്തപത്മനാഭൻ, ഇവരൊക്കെ അതായത് പിന്നെ ഗുരുവിൻ്റെ ദോഷപരിഹാരം എടുക്കാൻ അങ്ങനെ എടുക്കാം, വിഷ്ണുവിൻ്റെ എടുക്കാം. ശനിയുടെ പരിഹാരം എടുക്കുമ്പോൾ ഗുരുവായൂരപ്പൻ, കാരണം ഗുരുവും ശനിയും കൂടെ ചേർന്ന് കോമ്പിനേഷൻ. ഗുരുവാണ് ഇവിടെ ഉത്രാടത്തിൻ്റെ DNA. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അടുത്തത് നമുക്ക് തിരുവോണം നക്ഷത്രം. വളരെ വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു നക്ഷത്രമാണ് തിരുവോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ അവസ്ഥയാണ്. ഒരു സമയത്ത് വളരെ പോസിറ്റീവായിരിക്കും, ഒരു സമയത്ത് ഭയങ്കര നെഗറ്റീവായിരിക്കും, ഒരു സമയത്ത് ആരെയും വിശ്വസിക്കത്തില്ല, ഒരു സമയത്ത് എല്ലാവരെയും വിശ്വസിക്കും. ഇതാണ് സത്യം. ചന്ദ്രൻ്റേതായിട്ടുള്ള ഒരു വല്ലാത്ത മനസ്സാണ് അവരുടെ. അപ്പോൾ ആ അവസ്ഥ അവർക്ക് കൂടുതലും വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ DNA വന്നിട്ട് ശുക്രനിലാണ് ഇരിക്കുന്നത്. ശുക്രൻ എന്ന് പറയുന്നത് ഭാര്യ, അല്ലെങ്കിൽ നമ്മുടെ ശുക്രൻ പൊതുവെ നമുക്ക് ഭാര്യ അല്ലെങ്കിൽ പിന്നെ ഒരു 12 വയസ്സ് മുതൽ ഒരു 50 വയസ്സ് വരെയുള്ള ലേഡീസ് എല്ലാം ശുക്രനാണ്. ആ ശുക്രൻ്റെ കാലഘട്ടങ്ങളാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കും.
തിരുവോണം നക്ഷത്രക്കാർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാം അന്നത്തെ കാര്യം ആ കാര്യം നടക്കത്തില്ല. അത് എന്തുകൊണ്ട് മനസ്സിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത് വഴക്കുണ്ടാകുന്നത്. പക്ഷേ അത് നമ്മൾ പോയി ആക്രമിക്കുന്ന കാര്യമാണ് നമ്മുടെ DNA സ്റ്റോർ ചെയ്തിരിക്കുന്ന ശുക്രനെയാണ് ഇതെന്ന്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന്. ഇതാണ് പുണർന്ന നക്ഷത്രക്കാർക്ക് പിന്നെ തിരുവോണം നക്ഷത്രക്കാർക്ക് സാധാരണ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എപ്പോഴും വന്നിട്ട് അവരുമായിട്ട് നല്ല രീതിയിൽ പോകാൻ ശ്രമിക്കുക. നമ്മുടെ പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതുപോലെ സ്ത്രീകളാണെങ്കിൽ ചിലർക്ക് ശുക്രൻ്റെ ഓവറായിട്ടുള്ള ഇതുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കോസ്മെറ്റിക്സ് ഉപയോഗിക്കും. അല്ലാതെ ശുക്രൻ ദോഷകരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോസ്മെറ്റിക്സ് ഉപയോഗിക്കില്ല. ഇങ്ങനെ രണ്ടവസ്ഥയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിഞ്ഞ് ബാലൻസ് ചെയ്ത് പോവുക. അടുത്തത് നമുക്കിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് അപ്പം ശുക്രനും ഗുരുവും കൂടെ വരുന്നൊരു കോമ്പിനേഷൻ ഏതാ? തിരുപ്പതി വെങ്കടാചലപതി. അതായത് മഹാലക്ഷ്മിയും ഹൃദയത്തിൽ കൊണ്ട് നടക്കല്ലേ പിന്നെ ഗുരു. അപ്പം ഗുരുവും ശുക്രനും കൂടെ വന്നുമ്പോൾ അങ്ങനെ എടുക്കരുതോ? അതെടുത്ത് ഏറ്റവും നല്ല നമുക്ക് പരിഹാരം എടുക്കാൻ പറ്റിയ ഇതല്ലേ. അതുപോലെ ശുക്രനും ശനിയും കൂടെ വന്നാൽ ഭഗവതി ദേവി ആ രൂപത്തിൽ നിങ്ങൾ പരിഹാരങ്ങൾ എടുക്കുക. പിന്നെ അവിട്ട നക്ഷത്രത്തിനെ പറ്റി പറഞ്ഞാൽ അവിട്ടത്തിൻ്റെ അധിപൻ ചൊവ്വയായതുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യം ഉണ്ടാകും. അതുപോലെ തന്നെ അതും ശനിയുടെയും കൂടെ മകരരാശിയിലും കൂടെ നിൽക്കുന്നതുകൊണ്ട് ഒരു വല്ലാത്ത അവസ്ഥയായിരിക്കും അവർക്ക് എപ്പോഴും അനുഭവപ്പെടുന്നത്. തടസ്സങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, ഒന്നിനും ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ അവർക്ക് ഉണ്ടാകും. പക്ഷേ ഗുരു ഭഗവാൻ ഇപ്രാവശ്യം 3-ാം ഭാവത്തിലായിരിക്കുന്നതുകൊണ്ട് ക്ഷേമധാരയിലായതുകൊണ്ട് ഗുരു നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ശനി ഭഗവാൻ നിൽക്കുന്നത് വന്നിട്ട് നാലാമത്തേതെന്ന് പറയുമ്പോൾ വീണ്ടും പ്രത്യുതധാരയുടെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പം അവിട്ട നക്ഷത്രത്തിന് ഗുരുവും ശനിയും ചെന്ന് ഞാൻ പറഞ്ഞ പോലെ ഗുരുവായൂരപ്പനെ തന്നെ പോയി തൊഴുക. ചൊവ്വാഴ്ച പോയി തൊഴാൻ നോക്കുക. കാരണം നിങ്ങളുടെ അധിപൻ വന്നിട്ട് അവിട്ടത്തിൻ്റെ അധിപൻ വന്നിട്ട് ചൊവ്വയായതുകൊണ്ട് ചൊവ്വാഴ്ച പോയി പരിഹാരം ചെയ്യുക. അതുപോലെ ശനിയുടെ ഈസിയാണ്. ശനിക്ക് പരിഹാരം എടുക്കണമെങ്കിൽ ശനി തന്നെയാണ് അതിൻ്റെ. അപ്പോൾ ശനി ആയതുകൊണ്ട് തന്നെ നിങ്ങളൊരു ചൊവ്വാഴ്ച ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ പോയിട്ട് നീരാഞ്ജനം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ പരിഹാരം. ഇതെല്ലാം പൊതുപരിഹാരങ്ങളാണ് സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഡീപ്പായിട്ടുള്ളൊരു പരിഹാരം നിങ്ങളുടെ ജാതകത്തിനനുസരിച്ച് വേണം, അതിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ട്, പരിഹാരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. അതിൽ കൂടെ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് നമുക്ക് അതിന് വേണ്ടിയ കാര്യങ്ങൾ എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനിയും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ഷെയർ ചെയ്യാനും അതിനെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റും ഓരോ ലൈക്കും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അടുത്ത ഭാഗം 2 ഞാൻ മകരരാശിക്കാർ, അതായത് പ്രത്യേകിച്ച് ഈ 3 ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രങ്ങൾക്ക് രാഹു കേതുക്കൾ 2026 എങ്ങനെയാണ് ഇത് എഫക്റ്റ് ആകുന്നത്, നക്ഷത്ര രീതിയിലുള്ള ഡീറ്റെയിൽസ് തരാൻ ശ്രമിക്കാം, പരിഹാരവും തരാൻ ശ്രമിക്കാം. വേറെ ഒരു കാര്യം, നിങ്ങൾക്ക് കർമ്മപരിഹാരം ഞാൻ പറഞ്ഞു തമ്മിലില്. ഗുരുവിന് കർമ്മപരിഹാരം എന്താണെന്ന് വെച്ചാൽ നെയ്യ് ജീവികൾക്ക് നെയ്യ് ഏതെങ്കിലും രൂപത്തിൽ കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് എറുമ്പിനായാലും ശരി എതിനായാലും ശരി. അതുപോലെ തന്നെ ശനിക്ക് കർമ്മപരിഹാരം എന്ന് പറയുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഈ ശനിയാഴ്ച ഈ ചെരുപ്പിടാതെ അമ്പലത്തിൽ ദിവസം ഒന്ന് പോയി നോക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം ഒരു എട്ടിട്ട് നടക്കുക. അതുപോലെ നല്ലെണ്ണ ചേർന്ന ഭക്ഷണം ജീവികൾക്ക് ആഹാരമായിട്ട് കൊടുക്കുക. ഇതൊക്കെ വളരെ നല്ലതാണ് ശനിക്ക്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ശുക്രനാണെങ്കിൽ പഞ്ചസാര ചേർത്ത ഭക്ഷണം മൃഗങ്ങൾക്കോ ജീവികൾക്കോ അല്ലെങ്കിൽ മനുഷ്യർക്കോ ആർക്കെങ്കിലുമൊക്കെ ദാനം ചെയ്യാം. അതുപോലെ സ്ത്രീകളുമായിട്ട് നല്ല രീതിയിൽ അവരെ വേണ്ടിയ രീതിയിൽ ബഹുമാനിച്ച് അവർക്ക് കൊടുക്കേണ്ട മര്യാദ കൊടുത്തു പോയാൽ തന്നെ ശുക്രൻ ജീവിതത്തിൽ നെഗറ്റീവ് ആയാലും അത് പോസിറ്റീവ് ആകാൻ നമ്മളെ സഹായിക്കും. നമസ്കാരം സുഹൃത്തുക്കളെ.